ഹായ്, നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് കൺസെപ്റ്റ് ഇൻ എൻവയോൺമെൻറ്റൽ സയൻസ്. ആ പേപ്പറിൽ മോഡ്യൂൾ 3 എർത്ത് ആൻഡ് ഇറ്റ്സ് അറ്റ്മോസ്ഫിയറിൽ എർത്ത് ക്വേക്സ് എന്നുള്ള പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് കോസസ് ഓഫ് എർത്ത് ക്വേക്സ്, എന്തൊക്കെയാണ് അതിൻ്റെ എഫക്ട്സ് ആൻഡ് എന്തൊക്കെ കൺട്രോൾ മെഷേഴ്സ് നമുക്ക് സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി സഡൻ ഷേക്കിംഗ് ഓഫ് ദ ഗ്രൗണ്ട് കോസ്ഡ് ബൈ പാസേജ് ഓഫ് സീസ്മിക് വേവ്സ് ത്രൂ എർത്ത്സ് റോക്കിനെയാണ് നമ്മൾ എർത്ത് ക്വേക്സ് എന്ന് പറയുന്നത്. അതായത് എർത്തിലുള്ള റോക്കുകളിൽ കൂടി സീസ്മിക് വേവ്സ് മൂവ് ചെയ്യുന്ന കാരണം ഉണ്ടാവുന്ന സഡനായിട്ടുള്ള ഗ്രൗണ്ടിൻ്റെ ഷേക്കിങ്ങിനെയാണ് നമ്മൾ എർത്ത് ക്വേക്സ് എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മുടെ എർത്തിലുള്ള റോക്സിൽ അതിൽ താങ്ങാൻ പറ്റുന്നതിനേയും കാട്ടി ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുകയാണെങ്കിൽ ആ ഒരു റോക്കിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി റിലീസ് ചെയ്യുന്നത് സീസ്മിക് വേവ്സ് ആയിട്ടാണ്. ആൻഡ് യൂഷ്വലി ഈ എർത്തിലുള്ള റോക്കുകളെ കാട്ടി താങ്ങാൻ പറ്റുന്ന ഫോഴ്സ് അതിന് അപ്ലൈ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ റോക്ക് ഈ എക്സ്ട്രാ എനർജി റിലീസ് ചെയ്യുന്ന ടൈമിൽ യൂഷ്വലി ആ റോക്കിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടായിരിക്കും അത് റിലീസ് ചെയ്യുന്നത്. ആ റോക്ക് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും ആ ഒരു എക്സ്ട്രാ ഫോഴ്സ് റിലീസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഉണ്ടാവുന്ന ബ്രേക്കുകളെയാണ് നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ seismic waves are produced when some form of energy stored in Earth's crust is suddenly released. ആൻഡ് ഇങ്ങനെ എനർജി റിലീസ് ചെയ്യാൻ കാരണം എന്താണ്? ആ റോക്സിൽ താങ്ങാൻ പറ്റാവുന്നതിനേയും കാട്ടി കൂടുതൽ ഫോഴ്സ് ആ റോക്കിൽ എക്സേർട്ട് ചെയ്യപ്പെടുമ്പോഴാണ് അത് അതിൻ്റെ എക്സ്ട്രാ എനർജി റിലീസ് ചെയ്യുന്നത്. ആൻഡ് യൂഷ്വലി ഇങ്ങനെ എക്സ്ട്രാ എനർജി റിലീസ് ചെയ്യുന്ന ടൈമിൽ ആ റോക്ക് ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ എക്സ്ട്രാ എനർജി റിലീസ് ചെയ്യുന്നത്. അങ്ങനെ ഈ റോക്സ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സ്ട്രക്ചറാണ് ഫോൾട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ മേജർ എർത്ത് ക്വേക്സ്, എർത്തിൽ ഒക്കർ ചെയ്യുന്ന മെജോറിറ്റി എർത്ത് ക്വേക്സും ഈ ജിയോളജിക്കൽ ഫോൾട്ട്സിൻ്റെ അവിടെയാണ് നടക്കുന്നത്. ആൻഡ് യൂഷ്വലി നമുക്കറിയാം എർത്തിൻ്റെ ക്രസ്റ്റ് എന്നുള്ളത് ഒരു സിംഗിൾ പീസായിട്ടല്ല കിടക്കുന്നത്. കുറേ ചെറിയ ചെറിയ പീസസ് ആയിട്ട് സൈസ് ബേസിൽ പല പല ഡിഫറെൻറ്റ് സൈസുള്ള പീസസ് ആയിട്ടാണ് എർത്തിൻ്റെ ക്രസ്റ്റ് കാണപ്പെടുന്നത്. ആൻഡ് ഈ എർത്തിൻ്റെ ക്രസ്റ്റിനെയാണ് നമ്മൾ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ ടെക്ടോണിക് പ്ലേറ്റുകളുടെ പ്ലേറ്റ് ബൗണ്ടറീസിലാണ് മേജർ ഫോൾട്ട്സുകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ എർത്തിൻ്റെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ കോർ റീജിയൻ, അതിന് മുകളിലായിട്ട് മാൻറ്റിൽ, ആൻഡ് ഏറ്റവും പുറത്തായിട്ട് നമുക്ക് ക്രസ്റ്റും കാണാൻ പറ്റും. അപ്പോൾ ഇന്നർ കോർ റീജിയൻ പ്രസൻ്റ് ആയിട്ടുണ്ട് ആൻഡ് ഔട്ടർ കോർ റീജിയൻ. അതിൽ ഇന്നർ കോർ റീജിയൻ യൂഷ്വലി സോളിഡ് ആയിരിക്കും. ദെൻ ഔട്ടർ കോർ റീജിയൻ എന്ന് പറയുന്നത് യൂഷ്വലി ലിക്വിഡാണ്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മാൻറ്റിൽ കാണാൻ പറ്റും ആൻഡ് ഏറ്റവും പുറത്തായിട്ട് ഈ ക്രസ്റ്റ് കാണാൻ പറ്റും. ആൻഡ് ഈ ക്രസ്റ്റും ഈ മാൻറ്റിലിൻ്റെ ടോപ്പ് പോർഷനും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ എർത്തിൻ്റെ സ്കിൻ എന്ന് പറയുന്ന ആ ഒരു റീജിയൻ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ക്രസ്റ്റും ടോപ്പ് മാൻറ്റിൽ പോർഷനും കൂടി ചേർന്നിട്ടാണ് എർത്തിൻ്റെ സ്കിന്ന് മേക്കപ്പ് ചെയ്യുന്നത്. ആൻഡ് ഈ എർത്തിൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പീസായിട്ടല്ല കാണുന്നത്, മെനി ഡിഫറെൻറ്റ് പീസസ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ആൻഡ് ഈ ഒരു പീസുകൾ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയല്ല, എപ്പോഴും മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരിക്കും. ആൻഡ് ഈ പീസസിനെയാണ് നമ്മൾ ടെക്ടോണിക്
പ്ലേറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എർത്തിൻ്റെ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ പീസായിട്ടല്ല റിമെയിൻ ചെയ്യുന്നത്, മെനി ഡിഫറെൻറ്റ് സ്മോൾ പീസസ് കൊണ്ട് മേക്കപ്പ് ചെയ്യപ്പെടുന്നതാണ് ഈ ക്രസ്റ്റ് എന്ന് പറയുന്നത്, ഈ ഔട്ടർ സ്കിൻ എന്നുള്ള റീജിയൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു മെനി പീസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ എഡ്ജ് റീജിയനെയാണ് പ്ലേറ്റ് ബൗണ്ടറീസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ പ്ലേറ്റ് ബൗണ്ടറീസിലാണ് നമുക്ക് കുറേ ഫോൾട്സുകൾ കാണാൻ പറ്റും. ഫോൾട്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോക്സ് എനർജി റിലീസ് ചെയ്യുമ്പോൾ അവർ ബ്രേക്ക് ചെയ്യും, അങ്ങനെയാണ് ഫോൾട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ ബൗണ്ടറീസ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഫോൾട്സ് കാണാൻ പറ്റും. ആൻഡ് വേൾഡിൽ ഒക്കർ ചെയ്യുന്ന മേജർ എർത്ത് ക്വേക്സ് ഈ ഫോൾട്ട് റീജിയൻ്റെ അവിടെയാണ് നടക്കുന്നത്. ഇനി നമ്മുടെ എർത്ത് ക്വേക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് 2 ഡിഫറെൻറ്റ് തിയറീസ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്ലേറ്റ് ടെക്ടോണിക് മൂവ്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എർത്തിൻ്റെ സർഫസ് സ്കിൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പീസസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പീസസിനെയാണ് നമ്മൾ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ആൻഡ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറഞ്ഞാൽ ഈ എർത്തിൻ്റെ ഔട്ടർ ഷെൽ അല്ലെങ്കിൽ ലിത്തോസ്ഫിയറിൻ്റെ ഡൈനാമിക്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ചിനെയാണ് നമ്മൾ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ ലിത്തോസ്ഫിയറിൻ്റെ ഡൈനാമിക്സിനെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ, എർത്തിൽ നടക്കുന്ന ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ ലൈക്ക് മൗണ്ടെയിൻ ബിൽഡിംഗ് പ്രോസസ്, വോൾക്കാനോ ഫോർമേഷൻ, എർത്ത് ക്വേക്ക് ഫോർമേഷൻ, പിന്നെ എർത്തിൻ്റെ സർഫസ് എങ്ങനെ ഇവോൾവ് ചെയ്തു, പിന്നെ എങ്ങനെയാണ് കോണ്ടിനെൻറ്റ്സ് അല്ലെങ്കിൽ ഓഷ്യൻസ് ഉള്ളത് റീകൺസ്ട്രക്റ്റ് ചെയ്യപ്പെട്ടു, ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ്. അപ്പോൾ എർത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഔട്ടർ ഒരു റിജിഡ് ലെയർ പ്രസൻ്റ് ആണ്. ഈ റിജിഡ് ലെയറിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ആൻഡ് യൂഷ്വലി ലിത്തോസ്ഫിയർ അബൌട്ട് 100 കിലോമീറ്റേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യും. ആൻഡ് ഈ ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെയായിട്ട് ഒരു മോൾട്ടൻ ആയിട്ടുള്ള ഒരു ലെയർ പ്രസൻ്റ് ആണ്. ആ മോൾട്ടൻ ലെയറിനെയാണ് നമ്മൾ ഏസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എർത്തിൽ ഔട്ടറായിട്ടുള്ള റിജിഡ് റീജിയൻ പ്രസൻ്റ് ആണ്. ആ റിജിഡ് റീജിയനെ നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കും. ആൻഡ് അത് അബൌട്ട് 100 കിലോമീറ്റേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യും. ആൻഡ് ഈ ഒരു ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെയായിട്ട് മോൾഡബിൾ ആയിട്ടുള്ള പാർഷ്യലി മോൾട്ടൻ ആയിട്ടുള്ള ഒരു ലെയർ പ്രസൻ്റ് ആയിരിക്കും. ആ ലെയറിനെയാണ് നമ്മൾ ഏസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ആൻഡ് യൂഷ്വലി ഈ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ഒറ്റ പീസായിട്ടല്ല കിടക്കുന്നത്, മെനി ഡിഫറെൻറ്റ് പീസസ് ആയിട്ട് ബ്രേക്ക് ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അതിൽ മേജറായിട്ടുള്ള 7 വെരി ലാർജ് കോണ്ടിനെൻ്റൽ ആൻഡ് ഓഷ്യൻ സൈസ്ഡ് പ്ലേറ്റ്സ് പ്രസൻ്റ് ആണ്. അത് കൂടാണ്ട് 6 or 7 മീഡിയം സൈസ് റീജിയണൽ പ്ലേറ്റ്സ് പ്രസൻ്റ് ആണ്. ആൻഡ് സെവറൽ സ്മോൾ വൺസും പ്രസൻ്റ് ആണ്. അപ്പോൾ ലിത്തോസ്ഫിയർ കൊച്ചു കൊച്ചു പീസസ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈസിൻ്റെ ബേസിസിൽ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 7 വെരി ലാർജ് കോണ്ടിനെൻ്റൽ ആൻഡ് ഓഷ്യൻ സൈസ്ഡ് പ്ലേറ്റ്സ്, പിന്നെ 6 or 7 മീഡിയം സൈസ്ഡ് റീജിയണൽ പ്ലേറ്റ്സ് പ്രസൻ്റ് ആണ്. പിന്നെ ഇത് കൂടാണ്ട് സ്മോളർ പ്ലേറ്റ്സും പ്രസൻ്റ് ആണ്. ആൻഡ് ഈ പ്ലേറ്റുകൾ ഒരിക്കലും സ്റ്റേബിളായിട്ടല്ല നിൽക്കുന്നത്, അല്ലെങ്കിൽ എർത്തിൻ്റെ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് സ്റ്റേബിളായിട്ട് ഒരിടത്ത് ഫിക്സ് ചെയ്തല്ല നിൽക്കുന്നത്. അത് യൂഷ്വലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. 2 പ്ലേറ്റുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ഐദർ ടുവേർഡ്സ് ഈച്ച് അതർ
അല്ലെങ്കിൽ എവേ ഫ്രം ഈച്ച് അതർ, അല്ലെങ്കിൽ സൈഡ് ബൈ സൈഡായിട്ട് ഈ പ്ലേറ്റുകൾ തമ്മിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ടിപ്പിക്കലി ഈ മൂവ്മെൻറ്റ് റേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 5 to 10 centimeters per year എന്നുള്ള റേറ്റിലാണ് ഈ പ്ലേറ്റുകൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ എർത്തിൻ്റെ ലിത്തോസ്ഫിയർ എന്നുള്ളത് സ്റ്റേഷനറി ആയിട്ടല്ല റിമെയിൻ ചെയ്യുന്നത്, അവരെപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവരുടെ മൂവ്മെൻറ്റ് പല രീതിയിലാവാം. 2 പ്ലേറ്റുകൾ ടുവേർഡ്സ് ഈച്ച് അതർ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ 2 പ്ലേറ്റുകൾ എവേ ഫ്രം ഈച്ച് അതർ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ 2 പ്ലേറ്റ് സൈഡ് ബൈ സൈഡായിട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കാം. ആൻഡ് ഈ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 5 to 10 centimeters per year മൂവ് ചെയ്യുന്ന രീതിയിലാണ് ഈ പ്ലേറ്റ്സ് കാണപ്പെടുന്നത്. ആൻഡ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ, ഈ പ്ലേറ്റ്സ് തമ്മിൽ മൂവ് ചെയ്യുമ്പോൾ അവരുടെ ബൗണ്ടറീസ് തമ്മിൽ പല രീതിയിലുള്ള ഇൻട്രാക്ഷൻസ് ടേക്ക് പ്ലേസ് ചെയ്യും. ആ ഇൻട്രാക്ഷൻസാണ് കൺവേർജൻസ് ആവാം, അല്ലെങ്കിൽ ഈ ബൗണ്ടറീസ് ഡൈവേർജ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബൗണ്ടറീസ് സ്ലിപ്പ് പാസ്റ്റ് വൺ അനദർ. അപ്പോൾ എങ്ങനെയാണ് പ്ലേറ്റ്സ് മൂവ് ചെയ്യുന്നത്? ടുവേർഡ്സ് ഈച്ച് അതർ മൂവ് ചെയ്യുകയാണെങ്കിൽ കൺവേർജ് ചെയ്യും ബൗണ്ടറീസ്. എവേ ഫ്രം ഈച്ച് അതർ പ്ലേറ്റ്സ് മൂവ് ചെയ്യുകയാണെങ്കിൽ ബൗണ്ടറീസ് ഡൈവേർജ് ചെയ്യും. ആൻഡ് ഹൊറിസോണ്ടലി 2 പ്ലേറ്റ്സ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ബൗണ്ടറീസ് സ്ലിപ്പ് പാസ്റ്റ് വൺ അനദർ. ആൻഡ് മെയിനായിട്ട് ഈ ഒരു ടെക്ടോണിക് പ്ലേറ്റ്സ് അല്ലെങ്കിൽ ലിത്തോസ്ഫിയറിൻ്റെ മൂവ്മെൻറ്റിന് പ്രചോദനമാകുന്നത് കൺവെക്ഷൻ കറൻസ് എന്ന് പറഞ്ഞൊരു ഫിനോമിനയാണ്. നമുക്കറിയാം ഏറ്റവും ഔട്ടറായിട്ടുള്ള ഒരു സോളിഡ് റിജിഡ് റീജിയനെയാണ് ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് സെമി സോളിഡ് ആയിട്ടുള്ള ഏസ്തനോസ്ഫിയർ പ്രസൻ്റ് ആണ്. ഇനി നമ്മൾ എർത്തിൻ്റെ കോർ റീജിയനിൽ വരുവാണെങ്കിൽ അവിടെ വളരെ അധികം ഹൈ ടെമ്പറേച്ചറുള്ള റീജിയനാണ്. അവിടെ ഈ ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സിൻ്റെ ഡീക്കേയൊക്കെ കാരണം ലാർജ് സ്കെയിലിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഹീറ്റ് എന്ത് പറ്റും? ഈ മാൻറ്റിലുള്ള റോക്കുകളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അങ്ങനെ ഈ ഒരു മാൻറ്റിലിൻ്റെ അടുത്തുള്ള റോക്കുകളിൽ ഹീറ്റ് കൂടുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ ഒരു ഹീറ്റ് ഒരു കൺവെക്ഷൻ കറണ്ട് അവിടെ വരും. അതായത് ഈ മാൻറ്റിലടുത്തുള്ള റോക്കുകളിൽ ഹീറ്റ് കൂടുമ്പോഴത്തേക്കും അവർ ടുവേർഡ്സ് അപ്പർ സർഫസ് മൂവ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇവിടെയുള്ള കോൾഡറായിട്ടുള്ള റോക്സ് തിരിച്ച് കോറിൻ്റെ അടുത്തോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അതായത് ഇവിടെയുള്ള സെമി ഏസ്തനോസ്ഫിയറിൽ കാണുന്ന, അല്ലെങ്കിൽ ഈ മാൻറ്റിൽ റീജിയനിൽ കാണുന്നത് സെമി സോളിഡായിട്ടുള്ള റോക്സ് സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ കോറിൽ നിന്ന് ഹീറ്റ് കൂടിയ റോക്ക് ടുവേർഡ്സ് അപ്വേർഡ് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് തണുത്തിരിക്കുന്ന റോക്സ് ടുവേർഡ്സ് ദ കോറ് മൂവ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറൻസിനെയാണ് നമ്മൾ കൺവെക്ഷൻ കറൻസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ കൺവെക്ഷൻ കറൻ്റാണ് ഈ ഒരു ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ പറഞ്ഞു പ്ലേറ്റ്സിൻ്റെ ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ ബൗണ്ടറീസ് കാണും. അതിന് നമ്മൾ പ്ലേറ്റ് ബൗണ്ടറീസ് എന്ന് പറയും. നമുക്ക് മെയിനായിട്ട് 3 തരം പ്ലേറ്റ് ബൗണ്ടറീസാണ് കാണാൻ പറ്റുന്നത്. ഇൻ്റർപ്ലേറ്റ് ഇൻട്രാക്ഷൻസ് കാരണം 3 ടൈപ്പ് പ്ലേറ്റ് ബൗണ്ടറീസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കൺവേർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറീസ്. അതായത് എർത്തിൻ്റെ ക്രസ്റ്റ് രണ്ടും ടുവേർഡ്സ് ഈച്ച് അതർ മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ 2 ക്രസ്റ്റും കൊളൈഡ് ചെയ്തിട്ട് അവിടെ ക്രസ്റ്റ് ഡിസ്ട്രക്ഷൻ നടക്കും. അപ്പോൾ എർത്തിൻ്റെ 2 ക്രസ്റ്റുകൾ ടുവേർഡ്സ് ഈച്ച് അതർ മൂവ് ചെയ്യുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും കൊളൈഡ് ചെയ്തിട്ട് അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ക്രസ്റ്റ് ഡിസ്ട്രോയ് ചെയ്യപ്പെടും. അങ്ങനെ 2 ക്രസ്റ്റുകൾ ടുവേർഡ്സ് ഈച്ച് അതർ മൂവ് ചെയ്യുമ്പോൾ
അത് കാരണം ഫോം ചെയ്യുന്നതാണ് മൗണ്ടൻസ്. വേറെ ഒരു പ്രോസസ്സും രണ്ട് ക്രസ്റ്റ് ടുവേർഡ്സ് ഈച്ച് അതർ മൂവ് ചെയ്യുമ്പോൾ നടക്കാൻ പറ്റും, അതായത് സബ്ഡക്ഷൻ. അപ്പോൾ രണ്ട് ടെക്ടോണിക് പ്ലേറ്റ്സ് ടുവേർഡ്സ് ഈച്ച് അതർ മൂവ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഒരു ടെക്ടോണിക് പ്ലേറ്റ് മറ്റൊരു ടെക്ടോണിക് പ്ലേറ്റിൻ്റെ അടിയിലോട്ട് മൂവ് ചെയ്തു പോകും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ സബ്ഡക്ഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി ഓൾഡർ ആയിട്ടുള്ള ഡെൻസർ ടെക്ടോണിക് പ്ലേറ്റ്സ് യങ്ങർ ആയിട്ടുള്ള ലെസ് ഡെൻസർ ടെക്ടോണിക് പ്ലേറ്റിൻ്റെ അടിയിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് സബ്ഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് പ്ലേറ്റ്സ് ടെക്ടോണിക് പ്ലേറ്റ്സ് ടുവേർഡ്സ് ഈച്ച് അതർ മൂവ് ചെയ്യുമ്പോൾ ഐദർ മൗണ്ടൻ ഫോർമേഷൻ നടക്കാം, അല്ലെങ്കിൽ നടക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് സബ്ഡക്ഷൻ. സബ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടെക്ടോണിക് പ്ലേറ്റ് വേറൊരു ടെക്ടോണിക് പ്ലേറ്റിൻ്റെ അടിയിലോട്ട് മൂവ് ചെയ്യും. ആൻഡ് യൂഷ്വലി ഓൾഡർ ഡെൻസർ ആയിട്ടുള്ള ടെക്ടോണിക് പ്ലേറ്റ്സ് അടിയിലോട്ട് മൂവ് ചെയ്യും, ആൻഡ് യങ്ങർ ലെസ് ഡെൻസ് ആയിട്ടുള്ള ടെക്ടോണിക് പ്ലേറ്റ്സ് മുകളിൽ പ്രസൻ്റ് ആയിരിക്കും. ആൻഡ് ഈ ഒരു പോർഷൻ സബ്ഡക്ഷൻ പോലെയുള്ള പ്രോസസ്സുകൾ യൂഷ്വലി ഓഷനിലാണ് നടക്കുന്നത്. ആൻഡ് ഈ ഒരു സബ്ഡക്ഷൻ നടക്കുന്ന പ്ലേസ് എന്ന് പറയുന്നത് സ്ട്രോങ് എർത്ത് ക്വേക്ക് ഉണ്ടാവുന്ന സൈറ്റുകളായിരിക്കും. ഈ സബ്ഡക്ഷൻ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഓൾഡർ പ്ലേറ്റ് യങ്ങർ പ്ലേറ്റിൻ്റെ താഴോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒന്നാമത് നടക്കാൻ പറ്റുന്ന ജിയോളജിക്കൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള എർത്ത് ക്വേക്സ് ടേക്ക് പ്ലേസ് ചെയ്യും. അതുകൂടാണ്ട് ആ ഒരു സബ്ഡക്ഷൻ നടക്കുന്ന ഏരിയയിൽ വോൾക്കാനോ ഫോർമേഷനും ടേക്ക് പ്ലേസ് ചെയ്യും. അപ്പോൾ സബ്ഡക്ഷൻ യൂഷ്വലി ഓഷനിലൊക്കെയാണ് നടക്കുന്നത്. ഓഷൻ്റെ അടിയിൽ നടക്കുമ്പോഴത്തേക്കും അവിടെ രണ്ട് പ്രോസസ്സുകൾ നടക്കും സബ്ഡക്ഷൻ കാരണം. ഒന്ന് എർത്ത് ക്വേക്സ്, സ്ട്രോങ് ആയിട്ടുള്ള എർത്ത് ക്വേക്സ് നടക്കും സബ്ഡക്ഷൻ നടക്കുന്ന ഏരിയയിൽ, ആൻഡ് ഓൾസോ വോൾക്കാനോ ഫോർമേഷനും അവിടെ നടക്കാറുണ്ട്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബൗണ്ടറീസ് ആണ് ഡൈവേർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറീസ്. ആ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ എർത്തിൻ്റെ ക്രസ്റ്റ് മൂവ് അപ്പാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ബൗണ്ടറീസാണ് ഡൈവേർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ആൻഡ് ഇങ്ങനെ രണ്ട് പ്ലേറ്റുകൾ എവേ ഫ്രം ഈച്ച് അതർ മൂവ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു പുതിയ ക്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഡൈവേർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറി കാരണം യൂഷ്വലി ഫോംസ് മൗണ്ടൻ ചെയിൻസ്. ആൻഡ് ഇങ്ങനെ ഫോം ചെയ്യുന്ന മൗണ്ടൻ ചെയിൻസിനെയാണ് നമ്മൾ റിഡ്ജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡൈവേർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറീസ് യൂഷ്വലി പുതിയ ക്രസ്റ്റാണ് അവിടെ. രണ്ട് പ്ലേറ്റ്സ് എവേ ഫ്രം ഈച്ച് അതർ മൂവ് ചെയ്യുമ്പോൾ പുതിയ ക്രസ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. നെക്സ്റ്റ് വൺ ആണ് ട്രാൻസ്ഫോം പ്ലേറ്റ് ബൗണ്ടറീസ്. അപ്പോൾ രണ്ട് ടെക്ടോണിക് പ്ലേറ്റ്സ് ഹൊറിസോണ്ടലി സ്ലൈഡ് പാസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ബൗണ്ടറീസിനെയാണ് നമ്മൾ ട്രാൻസ്ഫോം പ്ലേറ്റ് ബൗണ്ടറി എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ പുതിയ ക്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ക്രസ്റ്റ് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നില്ല. കൺവേർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറിയിൽ ക്രസ്റ്റ് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നുണ്ട്, ഡൈവേർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറിയിൽ ക്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ട്രാൻസ്ഫോം പ്ലേറ്റ് ബൗണ്ടറീസിൽ യൂഷ്വലി പുതിയ ക്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, ഉള്ള ക്രസ്റ്റ് ഡിസ്ട്രോയും പോവാറില്ല. പ്ലേറ്റുകൾ തമ്മിൽ വെറുതെ ഹൊറിസോണ്ടലി സ്ലൈഡ് പാസ്റ്റാണ് ചെയ്യുന്നത്. ആൻഡ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോം പ്ലേറ്റ് ബൗണ്ടറിക്കുള്ള ഒരു എക്സാമ്പിളാണ് സാൻ ആൻഡ്രിയാസ് ഫോൾട്ട്. ആൻഡ് കാലിഫോർണിയയിലെ എർത്ത് ക്വേക്സിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഈ ഒരു സാൻ ആൻഡ്രിയാസ് ഫോൾട്ടാണ്. ആൻഡ് ഓരോ പ്ലേറ്റുകളും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജിയോളജിക്കൽ ഫീച്ചേഴ്സായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എലാസ്റ്റിക് റീബൗണ്ട്
തിയറിയാണ്. നമുക്കറിയാം എർത്തിൽ എന്താണ് റോക്സ് ആണ് കാണപ്പെടുന്നത്. ആൻഡ് നമ്മുടെ ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ എഡ്ജസിൽ കാണുന്ന റോക്സിൽ ട്രെമെൻഡസ് ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എർത്തിൻ്റെ ടെക്ടോണിക് പ്ലേറ്റ്സിൽ കാണുന്ന റോക്സിൽ യൂഷ്വലി എഡ്ജസ് ഓഫ് ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ റോക്സിൽ ഈ പ്ലേറ്റിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ കാരണം ട്രെമെൻഡസ് ആയിട്ടുള്ളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഈ ട്രെമെൻഡസ് ഫോഴ്സ് ആ റോക്കിന് താങ്ങാൻ പറ്റുന്നതിനേയും കാട്ടി കൂടുതലാണെങ്കിൽ അതവിടെ റോക്കിൻ്റെ ഡീഫോർമേഷൻ കോസ് ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെ എർത്തിൻ്റെ സർഫസിൽ കാണുന്ന റോക്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ എർത്തിൻ്റെ ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ എഡ്ജസിൽ കാണുന്ന റോക്സിൽ ട്രെമെൻഡസ് ആയിട്ടുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ റോക്കിന് താങ്ങാൻ പറ്റുന്നതിനേയും കാട്ടി കൂടുതൽ ഫോഴ്സ് അതിൽ അപ്ലൈ ചെയ്യപ്പെടുകയാണെങ്കിൽ ആ റോക്ക് ഡീഫോർമേഷൻ അണ്ടർഗോ ചെയ്യും. ഡീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഐദർ ഷേപ്പ് അല്ലെങ്കിൽ വോളിയത്തിൽ ആ റോക്കിൽ ചേഞ്ച് വരും. ആൻഡ് എമൗണ്ട് ഓഫ് ഡീഫോർമേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ എ റോക്ക് ഇസ് കോൾഡ് ആസ് സ്ട്രെയിൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്ലേറ്റുകളുടെ എഡ്ജിൽ കാണുന്ന റോക്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. ഈ പ്ലേറ്റിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ കാരണം ട്രെമെൻഡസ് ആയിട്ടുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഈ റോക്കിന് താങ്ങാൻ പറ്റുന്നതിനേയും കാട്ടി കൂടുതൽ ഫോഴ്സ് ആ റോക്കിൽ വരുവാണെങ്കിൽ ആ ഫോഴ്സ് റിലീസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ആ റോക്ക് ഡീഫോർമേഷൻ അണ്ടർഗോ ചെയ്യും. ഡീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ആ റോക്കിൽ എന്തെങ്കിലും ഷേപ്പ് അല്ലെങ്കിൽ വോളിയത്തിൽ ചേഞ്ച് വരാം. ആൻഡ് എമൗണ്ട് ഓഫ് ഡീഫോർമേഷൻ എക്സ്പീരിയൻസ് ബൈ റോക്കിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ റോക്കിന് താങ്ങാൻ പറ്റുന്നതിനേയും കാട്ടി കൂടുതൽ സ്ട്രെസ്സ് ഒരു റോക്കിന് വരുവാണെങ്കിൽ അത് 3 രീതിയിൽ ആക്ട് ചെയ്യാം. എലാസ്റ്റിക്കായിട്ട് ആക്ട് ചെയ്യാം, ബ്രിറ്റിലായിട്ട് ആക്ട് ചെയ്യാം, ഡക്റ്റൈലായിട്ട് ആക്ട് ചെയ്യാം. എലാസ്റ്റിക് മാനറിൽ ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവിടെ ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ റോക്ക് തിരിച്ചതിൻ്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് പോകും. അപ്പോൾ റോക്ക് എലാസ്റ്റിക് മാനറിൽ ബിഹേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ റോക്കിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ റോക്ക് അതിൻ്റെ പഴയ ഷേപ്പ് തന്നെ അറ്റൈൻ ചെയ്യും. ഇനി റോക്കിന് താങ്ങാൻ പറ്റുന്നതിനേയും കാട്ടി കൂടുതൽ സ്ട്രെസ്സ്, അതായത് റോക്ക് സ്ട്രെങ്ത്തിനേയും കാട്ടി കൂടുതൽ സ്ട്രെസ്സ് ആ റോക്കിലുണ്ടെങ്കിൽ അതെന്തെങ്കിലും പെർമനൻ്റ് ആയിട്ടുള്ള ഡീഫോർമേഷൻ, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഷേപ്പ് ഓർ വോളിയം അണ്ടർഗോ ചെയ്യും. ആൻഡ് ഈ ഡീഫോർമേഷൻസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ബ്രിറ്റിൽ ആൻഡ് സെക്കൻഡ് വണ്ണാണ് ഡക്റ്റൈൽ. ബ്രിറ്റിൽ എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് റോക്കിന് താങ്ങാൻ പറ്റുന്നതിനേയും കാട്ടി കൂടുതലാണെങ്കിൽ ആ റോക്ക് ബ്രേക്ക് ചെയ്യും. അതിനെയാണ് നമ്മൾ ബ്രിറ്റിൽ എന്ന് പറയുന്നത്. അങ്ങനെ റോക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഫ്രാക്ചർ അല്ലെങ്കിൽ ഒരു വിടവ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഫോൾട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലേറ്റ് ബൗണ്ടറീസിൽ കാണപ്പെടുന്ന ഫോൾട്ടുകളിലാണ് മേജറായിട്ടുള്ള എർത്ത് ക്വേക്സ് ടേക്ക് പ്ലേസ് ചെയ്യുന്ന. ഫോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റോക്കിന് താങ്ങാൻ പറ്റുന്നതിനേയും കാട്ടി കൂടുതൽ ഫോഴ്സ് അതിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതവിടെ ബ്രേക്ക് ചെയ്ത് ഫോം ചെയ്യുന്ന ഫ്രാക്ചറിനെയാണ് നമ്മൾ ഫോൾട്ട് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റെസ്പോൺസ് ആണ് ഡക്റ്റൈൽ. ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ഒന്നും ഇല്ലാതെ നടക്കുന്ന ഡീഫോർമേഷനെയാണ് ഡക്റ്റൈൽ എന്ന് പറയുന്നത്. ആൻഡ് യൂഷ്വലി നമ്മുടെ എർത്തിൻ്റെ അപ്പർ പാർട്ടിലുള്ള ലിതോസ്ഫിയറിലുള്ള റോക്സ് ഒരു ബ്രിറ്റിൽ മാനറിലാണ് ബിഹേവ് ചെയ്യുന്നത്. അതായത് അവർക്ക് താങ്ങാൻ പറ്റുന്നതിനേയും കാട്ടി കൂടുതൽ ഫോഴ്സ് ആ റോക്കുകളിൽ വന്നു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്ത് ആ എനർജി റിലീസ് ചെയ്യും. അപ്പോൾ എർത്തിൻ്റെ ലിതോസ്ഫിയറിൽ കാണുന്ന റോക്സ് യൂഷ്വലി ബ്രിറ്റിൽ മാനറിലാണ് ബിഹേവ് ചെയ്യുന്നത്. ആൻഡ്
ഈ എർത്ത് ക്വേക്സിന് കാരണം എന്ന് പറയുന്നത് ഈ ബ്രിറ്റിൽ ഡിഫോർമേഷൻ ഓഫ് റോക്സ് ആണ്. അപ്പോൾ എർത്ത് ക്വേക്സിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ റോക്സിൻ്റെ ഡിഫോർമേഷൻ, അതായത് ബ്രിറ്റിൽ ഡിഫോർമേഷൻ ഓഫ് റോക്സ് കാരണമാണ് എർത്ത് ക്വേക്സ് ഉണ്ടാകുന്നത്. ഇനി ഈ ഒരു റോക്ക് ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ, അതായത് പ്രയർ ടു റപ്ചർ, ഈ ഒരു റോക്ക് അതിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന കുറേ എനർജി, അതായത് റോക്കിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് കുറേയൊക്കെ അത് സ്റ്റോർ ചെയ്ത് വെക്കും, അതിനെയാണ് നമ്മൾ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ എർത്തിലുള്ള സ്ട്രെസ്സ്, ഈ റോക്സിലുള്ള സ്ട്രെസ്സ് അതിനെ സ്ട്രെങ്ത്തിനെയും കാട്ടി കൂടുതലാവുമ്പോഴാണ് അത് റപ്ചർ ചെയ്യുന്നത് എലോങ് ഫോൾട്ട് പ്ലെയിൻ. ആൻഡ് ഇങ്ങനെ റപ്ചർ ചെയ്യുമ്പോൾ ഈ രണ്ട് റോക്സും, ഫോൾട്ടിൻ്റെ രണ്ട് സൈഡിലും ഉള്ള റോക്സ് സ്ലിപ്പ് ചെയ്യും പാസ്റ്റ് ഈച്ച് അതർ. അപ്പോൾ ഇങ്ങനെ ഈ റോക്സ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഫോൾട്ട് പ്ലെയിനിൽ അലോങ് ആണ് ബ്രേക്ക് ചെയ്യുന്നത്. ആൻഡ് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഫോൾട്ട് പ്ലെയിനിൽ രണ്ട് സൈഡിലും ഉള്ള റോക്സ് സ്ലിപ്പ് പാസ് ചെയ്യും, സ്ലിപ്പ് പാസ് അലോങ് ഈച്ച് അതർ. ഇങ്ങനെ ഉള്ള റപ്ചർ ഇവൻസിൽ ഭാഗമായിട്ട് ആ റോക്കിൽ ഉള്ള എനർജി പുറത്തോട്ട് റിലീസ് ചെയ്യപ്പെടും. ആൻഡ് ഈ ഒരു എനർജി റിലീസ് ചെയ്യപ്പെടുന്നത് ഒന്ന് ഹീറ്റായിട്ടും രണ്ടാമത് സീസ്മിക് വേവ്സ് ആയിട്ടുമാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൻ്റെ മോഷനാണ്. ആ മോഷൻ ഉണ്ടാവാൻ കാരണം എന്തുകൊണ്ടാണ്? ആ റോക്സിൽ കൂടെ പാസ് ചെയ്യുന്ന സീസ്മിക് വേവ്സിൻ്റെ കാരണം എർത്തിൻ്റെ സർഫസിലുണ്ടാവുന്ന മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എർത്ത് ക്വേക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റോക്കിന് താങ്ങാൻ പറ്റുന്നതിനേയും കാട്ടി കൂടുതൽ എനർജി അതിലുണ്ടാകുമ്പോഴത്തേക്കും അത് ബ്രേക്ക് ചെയ്ത് ആ എനർജി റിലീസ് ചെയ്യപ്പെടും. ആൻഡ് ആ എനർജി യൂഷ്വലി റിലീസ് ചെയ്യപ്പെടുന്നത് ഒന്ന് രണ്ടും സ്ലൈഡ് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷനായിട്ടും രണ്ടാമത് സീസ്മിക് വേവ്സ് ആയിട്ടുമാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഈ ഒരു റോക്ക് ബ്രേക്ക് ചെയ്ത് സ്ലിപ്പ് ചെയ്യുന്ന ആ മോഷൻ യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ ഫോക്കസ് ഓഫ് എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത്. ദ സ്ലിപ്പിംഗ് മോഷൻ ഓഫ് ടു ബ്ലോക്സ് സ്റ്റാർട്ട് അറ്റ് എ പോയിൻറ്റ് കോൾഡ് ആസ് ഫോക്കസ് ഓഫ് എർത്ത് ക്വേക്ക്. ആൻഡ് ഇത് എർത്തിൻ്റെ ഡീപ്പ് ക്രസ്റ്റിൽ ഡീപ്പായിട്ടാണ് ഈ ഫോക്കസ് സിറ്റുവേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഫോക്കസിന് ഡയറക്റ്റ്ലി എബവ് എർത്ത് സർഫസ് ഉള്ള പോയിൻറ്റിനെയാണ് നമ്മൾ എപ്പി സെൻറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എപ്പി സെൻറ്റർ ഓഫ് എർത്ത് ക്വേക്ക് ഇസ് ദ പോയിൻറ്റ് ഓൺ എർത്ത് സർഫസ് ഡയറക്റ്റ്ലി എബവ് ദ ഫോക്കസ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ റോക്കിൻ്റെ സ്ലിപ്പിംഗ് മോഷൻ നടക്കുന്ന ആ ഒരു പോർഷൻ, സ്റ്റാർട്ടിങ് പോയിൻറ്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഫോക്കസിന് കറസ്പോണ്ടിങ് ആയിട്ട് എർത്തിൻ്റെ സർഫസിലുള്ള ആ പോയിൻറ്റിനെയാണ് നമ്മൾ എപ്പി സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ ഒരു തിയറീനെയാണ് നമ്മൾ എലാസ്റ്റിക് റീബൗണ്ട് തിയറി എന്ന് വിളിക്കുന്നത്. ഇനി ഒരു റപ്ചർ ഇവൻറ്റിന് ശേഷം വീണ്ടും ആ റോക്കിൽ സ്ട്രെസ് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങും അണ്ടിൽ അടുത്ത എർത്ത് ക്വേക്ക് വരാൻ. അപ്പോൾ ഇതാണ് എർത്ത് ക്വേക്ക് ഫോം ചെയ്യാനുള്ളൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്, എലാസ്റ്റിക് റീബൗണ്ട് തിയറി. ഇനി നമ്മൾ പറഞ്ഞു ഈ റോക്സിൽ നിന്ന് എനർജി റിലീസ് ചെയ്യപ്പെടുന്നത് രണ്ട് മെത്തേഡ് വഴിയാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഹീറ്റായിട്ട് റിലീസ് ചെയ്യും. നെക്സ്റ്റ് വൺ ആണ് സീസ്മിക് വേവായിട്ട് റിലീസ് ചെയ്യും. അപ്പോൾ ഡ്യൂറിങ് എർത്ത് ക്വേക്ക് നമുക്ക് 3 ടൈപ്പ് ഓഫ് സീസ്മിക് വേവ്സ് നമുക്ക്
കാണാൻ പറ്റും. ആൻഡ് ഈ 3 ടൈപ്പ് ഓഫ് വേവ്സ് 3 ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എർത്ത് ക്വേക്കിലെ എനർജി സീസ്മിക് വേവ്സ് ആയിട്ടാണ് റിലീസ് ചെയ്യപ്പെടുന്ന റോക്കിൽ കൂടെ. ആൻഡ് ഈ സീസ്മിക് വേവ് എന്ത് ടൈപ്പ് ഓഫ് മോഷനാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ 3 ടൈപ്പ് സീസ്മിക് വേവ്സ് നമുക്കൊരു എർത്ത് ക്വേക്കിൻ്റെ സമയം കാണാൻ പറ്റും. പി വേവ്സ്, എസ് വേവ്സ് ആൻഡ് സർഫസ് വേവ്സ്. അപ്പോൾ എർത്ത് ക്വേക്കിൽ 3 ടൈപ്പ് സീസ്മിക് വേവ്സ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ള. അതിൽ ഫസ്റ്റ് വൺ ആണ് പി വേവ്സ് അല്ലെങ്കിൽ പ്രൈമറി വേവ്സ്. ഈ പ്രൈമറി വേവ്സ് ആണ് യൂഷ്വലി എർത്ത് ക്വേക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനായിട്ടുള്ള സീസ്മോഗ്രാഫ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പി വേവ്സ് അല്ലെങ്കിൽ പ്രൈമറി വേവ്സ് ആണ് യൂഷ്വലി ഡിറ്റക്റ്റഡ് ബൈ സീസ്മോഗ്രാഫ്. ആൻഡ് പി, എസ് ആൻഡ് സർഫസ് വേവ്, ഈ 3 വേവ് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ടൈപ്പ് വേവ്സ് ആണ് പി വേവ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇവരുടെ സ്പീഡ് എന്ന് പറയുന്നത് 6 km/s. ആൻഡ് ഇവരുടെ ഒരു പ്രത്യേകത, ഇവർക്ക് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ് കൂടി